ഗോപാല, ഗോപാലോ, ഗോപാല, ഇനി വന്നേടാ. എന്തായി മുരളി കാര്യങ്ങള്? നാളെ രാവിലെ നിങ്ങൾ റെഡി ആയിട്ട് നിന്നോ. നാളെ തന്നെ രജിസ്ട്രേഷൻ നടത്താൻ സാർ ഉറപ്പ് തന്നിട്ടുണ്ട്. കാശിന്റെ കാര്യം വല്ലതും പറഞ്ഞ? അതൊക്കെ അങ്ങേര് നോക്കിക്കോളാന്നാ പറഞ്ഞേക്കുന്നത്. നമുക്ക് കിട്ടാനുള്ള എന്താണോ അത് രൊക്കം നമുക്ക് കൈ കിട്ടും. അത് പോരെ? മതി, അത് മതി ഗോപാല. പിന്നെ അങ്ങേർക്ക് വേറെ ഒരു ഡിമാൻഡ് ഉണ്ട്. നാളെ തന്നെ നിങ്ങൾ വീട് ഒഴിയണമെന്ന്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മാറിയാ പോരെന്ന് ഞാൻ ചോദിച്ചാണ്. പക്ഷേ അങ്ങേരുടെ ഒരു രീതി അറിയാലോ, ചിരിച്ചോണ്ട് കഴുത്തിറക്കുന്ന ടൈപ്പാ. എന്റെ പേരിൽ എഴുതിയാ പിന്നെ അവരെങ്ങനെ അവിടെ താമസിക്കുന്നതെന്ന് പുള്ളി ചിരിച്ചോണ്ട് ഒരു ചോദ്യം. അതിന്ന് എനിക്ക് മനസ്സിലായി അങ്ങേര് സമ്മതിക്കാൻ പോകുന്നില്ലെന്ന്. ആദ്യ പിന്നെ ഞാനൊന്നും ചോദിച്ചില്ല. എന്നാ ശരി, പോട്ടെ. ഇത്രയും നാളും നടന്നതും കിടന്നതും ഇരുന്നതും ഒക്കെ ഇവിടെയായിരുന്നല്ലോ. ഓരോ സ്ഥലങ്ങളും കാണുമ്പോ മനസ്സിൽ എന്തോ ഒരു സങ്കടം ഉണ്ടാവും. എനിക്കും ഉണ്ട്. പക്ഷേ ഇതിൽ നിന്ന് കിട്ടുന്ന കാശുകൊണ്ട് കൃഷ്ണമോളെ അവളുടെ മരണത്തിൽ നിന്ന് രക്ഷിക്കുമ്പോ നമ്മള് ഒരു വലിയൊരു കടമയാടി ചെയ്തു തീർക്കുന്നത്. അതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി. പിന്നെ കാശിന്റെയും വീടിന്റെ ഒക്കെ കാര്യമല്ലേ. നമ്മുടെ യോഗം കഴിഞ്ഞു. നമ്മുടെ മോളുടെ യോഗം ഉണ്ടെങ്കിലോ വേറെ ഒന്നും വേണ്ട. എടുക്കാതെ വച്ചിരിക്കുന്ന ഒരു ടിക്കറ്റ് അടിച്ചാ പോരെ. ഭാഗ്യക്കുറിക്കാരന് അങ്ങനെ ഒരു സ്വപ്നം കൂടെ ഉണ്ടല്ലോ. എന്നെ എങ്ങനെയെങ്കിലും സമാധാനിപ്പിച്ചേ പറ്റുമല്ലേ? അല്ലാണ്ട് പിന്നെ എങ്ങനാ? നീ കരഞ്ഞാ പിന്നെ എനിക്കൊരു മനസ്സമാധാനം കിട്ടുമോ? അതെ, ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ബാക്കിയൊക്കെ രാവിലെ നോക്കാം. മോളോട് സുശീലയുടെ വീട്ടിൽ പോയി കിടക്കാൻ പറഞ്ഞപ്പോ അതെന്താ അമ്മയെന്ന് അവൾ എന്നോട് ചോദിച്ചു. തങ്കേച്ചിയുടെ അടുത്തേക്ക് തിരിച്ചു പോണോന്നാ ഞാൻ പറഞ്ഞേക്കുന്നേ. ഇതൊക്കെ അറിഞ്ഞ അവള് ചിലപ്പോ ബഹളം വെക്കും. നാളെ നോക്കിക്കോ, വാടക വീട്ടിലേക്ക് പോകുമ്പോൾ ബഹളം തന്നെ ആയിരിക്കും അവള്. ആളുകളെ ആയാലും വീടിനെ ആയാലും സ്നേഹിച്ചു പോയാ കുഴപ്പാ. നമ്മുടെ അവസാനത്തെ ദിവസ ഈ അടുക്കളയില്, അല്ലേടി? അലയാനുള്ള യോഗം ജാതകത്തിൽ തീർന്നിട്ടുണ്ടാവില്ല. ആ ജാതകമാണല്ലോ എല്ലാം തീരുമാനിക്കുന്നത്. അതിലല്ലേ കൃഷ്ണയും നമ്മളും ഒക്കെ കുടുങ്ങിപ്പോയത്. നാഗപ്രീതിയുള്ള കുട്ടി തറവാട്ടിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നതോടെ നാഗശാപം എന്നേക്കുമായി ഇല്ലാതാകും. കൃഷ്ണ നാഗദേവതകളെ ആരാധിക്കുന്ന കുട്ടിയാ. നാഗദേവതകൾ അവളെ കൈവിടില്ല. അനുഗ്രഹം കിട്ടിയ കുട്ടിയവള്. കൃഷ്ണയുടെ രക്ഷയ്ക്ക് വേണ്ടി നീ യാതൊന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾ സമാധാനമായിരിക്കുക. കൃഷ്ണ സഞ്ചരിക്കുന്നത് നേരായ പാതയില. അവൾക്ക് ഒരാപത്തും ഉണ്ടാവില്ല. എന്താ ഗോപാലേട്ടാ? അത് ഞാനൊരു സ്വപ്നം കണ്ടു സുനന്ദേ.
സ്വപ്നത്തില്. കൃഷ്ണയ്ക്ക് എന്തോ ചില പ്രത്യേകതകളുണ്ട്. അല്ലാതെ ഇങ്ങനൊരു സ്വപ്നം എനിക്കുണ്ടാവില്ല. ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്നുള്ള വേദന ഗോപാലേട്ടന്റെ മനസ്സിലുണ്ട്. അതൊക്കെ ആലോചിച്ച് കിടന്നിട്ട് ഓരോന്ന് കാണുന്നതാ. അല്ല സുനന്ദേ, എനിക്കെന്തോ കൃഷ്ണമോളുടെ കാര്യത്തില് വല്ലാത്തൊരു ആത്മവിശ്വാസം തോന്നുന്നു. അവൾക്ക് നല്ലത് വരുന്നതില് എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ നീ നോക്കിക്കോ സുനന്ദേ, നേരം വെളുക്കുമ്പോ എന്തെങ്കിലും ഒരു നല്ല വാർത്ത നമ്മളെ തേടി വരും. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്.